വിവാഹം എന്നത് രണ്ട് ഹൃദയങ്ങൾ മാത്രം ഒന്നിക്കുന്നതല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലും ഒന്നിക്കുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നതും ഞങ്ങളുടെ സ്വന്തം രഘുവിന്റെയും സുരഭിയുടെയും ജീവിതകഥയാണ്. അവരുടെ കല്യാണാഘോഷങ്ങൾ ദേ ഇവിടെ തുടങ്ങുകയാണ്. ശരിക്കും ഈ കഥ നടക്കുന്നതും ഇവർ കണ്ടുമുട്ടുന്നതും ഇവിടെ വെച്ചല്ല കേട്ടോ, അങ്ങ് മൈസൂരാണ്. അതെ, നിർത്തിക്കേ. എടാ, അവര് മൈസൂർ വെച്ചാണ് കണ്ടതെന്നും പ്രണയത്തിലായതെന്നും ഇന്നാണ് അവരുടെ ഹൽദി എന്നതും ഇവിടെ എല്ലാവർക്കും അറിയാം. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആകെ 20 മിനിറ്റ് സമയമേ ഉള്ളൂ. അതിനുള്ളിൽ ഇതെല്ലാം തീർക്കണം. ഷെടാ, ഇത്ര സമയമായിട്ട് ഈ ചെറുക്കനും പെണ്ണും എന്നാ വരാത്തത്? ആഹാ, നിങ്ങൾ ഇതുവരെ പ്രണയിച്ച് കഴിഞ്ഞില്ലേ? ഇന്ന് നിങ്ങളുടെ ഹൽദിയാണ്. രണ്ടുപേരും അവിടെ പോയിരുന്നേ. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയാ ഇവന്റുകാരെ ഏൽപ്പിച്ചത്. ഇവന്മാരെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ കൃത്യമായിട്ട് ചെയ്യത്തുമില്ല. പിന്നെ എന്തിനാ ഇവന്മാരെയൊക്കെ ഏൽപ്പിച്ചത്? അതെ, എല്ലാം ഞങ്ങളുടെ തലയിൽ ഇടല്ലേ. ഇപ്പൊ സാറിന് വേണ്ടത് പാട്ടല്ലേ? അതാണ്. പാട്ടുകാർ റെഡിയാണ്. സാറ് ടെൻഷൻ അടിക്കാതെ എവിടെയെങ്കിലും പോയി ഇരിക്കേ. ആഹാ, എന്റെ ടെൻഷൻ നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ടാ. കൊച്ചിന്റെ അമ്മാവനാ ഞാൻ. ഇപ്പൊ അമ്മാവന്റെ പ്രശ്നം എന്താണ്? എനിക്കൊരു പാട്ട് കേൾക്കണം. പാട്ട് കേട്ട അമ്മാവന്റെ ടെൻഷൻ മാറുമോ? പിന്നെ മക്കളെ, പാടുന്ന പാട്ട്. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കരിമ്പഴിയുള്ള കൂട്, പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കരിമ്പഴിയുള്ള കൂട്, കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ. ഓ, അതു നിന്നെ പൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്തു നാനേന, പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തു നാനേന, പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തു നാനേന, പിന്നെ ജീവിതം തുന്തനാനേന. കഥമാറും തേകവനാകും ഉറുമിയെടുക്കും പടവീരൻ. പിന്നോതിര ഘടകം എരിപൊടിയർത്ഥം. കേട്ടോ നീ കേട്ടോ, ഈ കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോറില്ലെന്നാരോ ചൊല്ലുന്നേ.
ഇതാലെ കുരുക്കിലാക്കി കുറുമ്പൊതുക്കി മനങ്ങളിൽ കളച്ചു കാണാൻ മനസ്സിലും ഒരു കൊതിയുണ്ടല്ലോ. കുറുമ്പ് കൂട്ടം കുഴഞ്ഞു കേറാൻ അടച്ചു കെട്ടി എനിക്കവൻ ഒരുക്കി നൽകും ഒരു സ്വർഗം. തുടക്കം മാംഗല്യം കണ്ടു നാനേന പിന്നെ ജീവിതം സുന്ദരാനേന. തുടക്കം മാംഗല്യം കണ്ടു നാനേന പിന്നെ ജീവിതം സുന്ദരാനേന. തുടക്കം മാംഗല്യം കണ്ടു നാനേന പിന്നെ ജീവിതം സുന്ദരാനേന. സാറേ സാറെന്താണ് ഇവിടെ? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ കല്യാണമല്ലേ, അപ്പൊ ഞാൻ ഇല്ലാതിരിക്കൂ? നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടു പരിചയമുണ്ടല്ലോ. നിങ്ങൾ ഏത് ഹോസ്പിറ്റൽ ഡോക്ടറാ? അയ്യോ ഞാൻ ഡോക്ടറല്ല, പിന്നെ ഞാനാണ് ഈ കല്യാണം മുഴുവൻ ഏറ്റെടുത്ത് നടത്തുന്നത്. ആണോ? നിങ്ങളുടെ കല്യാണവും എന്റെ ഇവന്റ് മാനേജ്മെന്റിനാണ് ഏൽപ്പിച്ചേക്കുന്നത്. അതെ, നമ്മുടെ കല്യാണം ഇവരാണ് ഏൽപ്പിച്ചേക്കുന്നത്. ആണ്. പിന്നെ നോക്കിയും കണ്ടിട്ടൊക്കെ ഫിക്സ് ചെയ്താൽ മതിയേ. എന്താ? അതെ, രണ്ടുപേരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടുത്തെ സകല അറേഞ്ച്മെന്റ്സും ഞങ്ങളാണ് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. ഡെക്കറേഷൻ, LED വാള്, സൗണ്ട് സിസ്റ്റം എന്ന് വേണ്ട ഫുഡ് വരെ ഞങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. അയ്യോ അയ്യോ, എന്താ എന്ത് പറ്റി സാർ? ഇന്ന് ഉച്ചക്കൊണ്ടൊക്കെ സദ്യ നിങ്ങളുടേതാണോ? ടെൻഷൻ അടിക്കണ്ട. പച്ചക്കറിയുടെ കൂട്ടത്തിൽ പച്ചക്കറിയോ? സോറി, പച്ചക്കറിയുടെ കൂട്ടത്തിൽ ഉണക്കമീൻ വറുത്തത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഉണക്കമീൻ? അതെ. ഉണക്കമീൻ. അതിന് നമ്മൾ ഉണക്കമീൻ കൊടുത്തില്ലല്ലോ സാറേ. എടാ, അത് കല്യാണ പെണ്ണ് മേക്കപ്പ് തുടച്ചു വെച്ച ടിഷ്യൂ പേപ്പറാണ്. പുള്ളി അത് ഉണക്കമീനാണെന്ന് പറഞ്ഞെടുത്ത് തിന്ന്. അയ്യോ നിണ്ടല്ലേ? എടാ, കിട്ടാനുള്ള വർക്ക് കയ്യിൽ നിന്ന് പോകും. നീ ഒന്നങ്ങോട്ട് മാറിയെന്ന്. പിന്നെ സാറേ പറഞ്ഞോടാ. കൂട്ടുകാരി എങ്ങനെ ഉണ്ടായിരുന്നു? അവളുടെ കവളത്തെ മറുക് സൂപ്പർ ആയിരുന്നു. കവിളത്തെ മറുക? ആ മഞ്ഞ ചുടിദാറിട്ട കൂട്ടുകാരിയല്ലേ സൂപ്പർ ആയിരുന്നു അവള്. കൂട്ടുകാരിയല്ല, കൂട്ടുകറി. അവള് കേട്ടിരുന്നെങ്കിൽ പച്ച തെറി പറഞ്ഞേനെ. എന്താ ഡിയർ? അപ്പൊ കൂട്ടുകറി അടിപൊളിയായിരുന്നു പറയായിരുന്നു. അതെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ധൈര്യമായിട്ട് ഞങ്ങൾക്ക് വർക്ക് കയറാം. ഞങ്ങൾ കല്യാണം മാത്രമല്ല, പിന്നെ? അടിയന്തരം, വീടിന്റെ പാല് കാച്ചൽ, എന്തിന് ജനിച്ചു വീഴുന്ന കൊച്ചിന് വരെ ഞങ്ങൾ പേരിട്ട് കൊടുക്കും. അതെ, എന്റെ ചേച്ചിക്ക് ഇപ്പൊ ഒരു ന്യൂ ബോൺ ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കുറേ നെയിംസ് സെർച്ച് ചെയ്തു, ഒന്നും അങ്ങ് സെറ്റായില്ല. ഞങ്ങളുടെ കുഞ്ഞിനൊരു നല്ല നെയിം പറഞ്ഞുതരാവോ? അതിനെന്താ, നിങ്ങൾക്ക് എങ്ങനെയുള്ള പേരാണ് വേണ്ടത്? എന്റെ ചേച്ചിയുടെയും ചേട്ടന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് തുടങ്ങുന്ന പേരാകാം. എന്താണ് അവരുടെ പേര്? ചേട്ടന്റെ പേര് ബിജു, ചേച്ചിയുടെ പേര് കിങ്ങിണി. ഉഗ്രൻ ഒരു പേരുണ്ട്, ബിക്കിനി. ബിക്കിനിയാ? ആ, ബിജുവിന്റെ ബിയും കിങ്ങിണിയുടെ ഗിണിയും ചേർന്ന പേര് ബിക്കിനി. അയ്യേ, അങ്ങനത്തെ പേര് ഞങ്ങൾക്ക് വേണ്ട. ദേ ഡാർലിംഗ്, നമ്മുടെ കല്യാണം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നടത്താൻ ഉദ്ദേശിച്ചേക്കണേ. ഇതുപോലത്തെ ലോക്കൽസിനെ കൊണ്ട് നടത്തിയ എല്ലാം കൊളാവും. വാ, നമുക്ക് വെഡിങ് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോവാം. പോന്നു. അവർക്ക് പോലും നമ്മുടെ ഇവന്റ് വേണമെന്നാ പറയുന്നത്. ഈ ഇവന്റ് കൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടാവോ? എടോ, തനിക്ക് അറിയാൻ പാടാത്തോണ്ടാണ്. ഇന്നിവിടെ നടക്കണുണ്ടല്ലോ വെറും ഒരു കല്യാണമല്ല, പിന്നെ ബിഗ് ഫാറ്റ് ഇന്ത്യൻ വെഡിങ് ആണ്. ആണോ? പിന്നെ പണ്ടൊക്കെ കാരണവന്മാര് കല്യാണം നടത്തി കൊടുക്കുന്നു, ഇന്ന് നമ്മൾ ഇവന്റുകാര് കല്യാണം നടത്തി കൊടുക്കുന്നു. അതാണ്. എടോ, ആദ്യമൊക്കെ ഒരു ദിവസത്തെ കല്യാണം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇവന്റുകാർ വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഹൽദി, സംഗീത്, ഡെസ്റ്റിനേഷൻ വെഡിങ്, റിസപ്ഷൻ, അങ്ങനെ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണങ്ങൾ നമ്മൾ നടത്തി കൊടുക്കുന്നത്. തന്നോടൊരു കാര്യം ഞാൻ പറയാം. എന്തുവാ? ഇന്നത്തെ ഹൽദിയും നാളത്തെ വെഡിങ്ങും ഗംഭീരമാക്കി കൊടുത്താൽ കൈ നിറയെ കാശ് വാരാം. അതുകൊണ്ട് ഇന്നത്തെ ഹൽദിയുടെ കാര്യങ്ങൾ നോക്ക. ചെല്ലേ പോ. അരെയോ ഭായ്, ജൽദി ജൽദി. ജൽദി അല്ലടാ, ഹൽദി. എന്റെ പൊന്നു സാറേ, നമ്മൾ ഇവിടെ പണിക്ക് കൊണ്ടുവന്നിരിക്കുന്ന ബംഗാളികളല്ലേ? അവന്മാരോട് ഹിന്ദി പറഞ്ഞാലേ അറിയത്തുള്ളൂ. ആണോ? ആ, എന്നാ ജൽദി ജൽദി. അതെ സാറേ, ഹൽദി ഉൾപ്പെടെ എല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വർക്കും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേയ്മെന്റ് സെറ്റിൽ ചെയ്യാന്നാണ് സാർ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ? ആ, സാർ തരാന്ന് പറഞ്ഞല്ലോ. നീ ഇന്നത്തെ ഹൽദി ഷൂട്ട് ചെയ്തോ? സാർ ഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ കല്യാണത്തിന് മുമ്പുള്ള ഇവരുടെ പ്രീ വെഡിങ് വീഡിയോ ഷൂട്ട് ചെയ്തോ? സാറേ, സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ അവരും കൊണ്ട് പുറത്തു പോയിട്ട് എല്ലാം ഷൂട്ട് ചെയ്തത്. എടാ, ഷൂട്ട് ചെയ്താൽ മാത്രം പോരാ, അത് എഡിറ്റിംഗ് കൂടെ ചെയ്യണം. ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയാവുന്നത്, അതുകൊണ്ട് ഞാൻ അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എടാ, ഇവനെല്ലാം ചെയ്തേക്കാണല്ലോ. നീ ചെയ്തെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എനിക്കത് കാണണം. എന്നാ സാർ ഇത് കാണ്. हम दोनों यूं मिले, हम दोनों यूं मिले, हम दोनों यूं मिले. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇനി പേയ്മെന്റ് തരാലോ. എടാ, കാര്യമൊക്കെ ഓക്കെ, നിനക്ക് ഞാൻ പേയ്മെന്റ് ഒക്കെ തരാം. പിന്നെ ഒരു കാര്യം, നാളെ നേരത്തെ വരാനുള്ളതാ. പോയി കിടന്നിറങ്ങാൻ നോക്ക്. പോ, ചെല്ലു പോ. ഓക്കെ സാറേ, നാളെ എല്ലാവരും വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഉണ്ടാവും. കല്യാണം നമുക്ക് കളറാക്കണം. रुके ना रुके
വരും മതിയാട വെറുമൈകൾ ഒളിയാക വഴിയാകവാ ஆசை முகம் உனக்காக நாணங்களும் எதுக்காக ஓடும் நதி குழலாட உறவாட வா சீதா கல்யாண வைபோகமே ராம கல்யாண வைபோகமே பவனத ஸ்துதி பாத்திர பாவன சரித்திர ரவி சோமவர நேத்ர ரமணீய गात्र सीता कल्याण वैभोगमे राम कल्याण वैभोगमे താങ്കൾ സി ബ്ലോക്കിലെ പേഷ്യന്റ് അല്ലേ? അതെ സാറേ, ഞാൻ സാറിന്റെ പേഷ്യന്റാ. എന്താ ഇവിടെ? അല്ല, നമ്മുടെ ഡോക്ടർ എല്ലാവരെയും കല്യാണം വിളിച്ചായിരുന്നു. ആണോ? ഓ മൈ ഗോഡ്. ഭക്ഷണം കഴിച്ചായിരുന്നു? ഇല്ല, കഴിച്ചില്ല, കഴിക്കണം. അതെ, എന്താ കഴിക്കാൻ പ്ലാൻ? ഫ്രൈഡ് റൈസ് എന്തെങ്കിലും കഴിക്കാൻ തരും. എടോ, അതിലൊക്കെ എണ്ണയുണ്ട്, അത് തനിക്ക് കഴിക്കാൻ പാടില്ല. സാറേ, എന്ന് ചിക്കൻ പൊരിച്ച എന്തെങ്കിലും കഴിച്ച്. എടോ, തനിക്ക് വറുത്തതും പൊരിച്ചൊന്നും കഴിക്കാൻ പാടില്ല, കൊളസ്ട്രോൾ അല്ലേ? എന്റെ സാറേ, എന്ന് ഞാൻ ഇത്തിരി സ്ക്വാഷ് എങ്കിലും കഴിച്ചിട്ട് പോകും. കോച്ച് കഴിക്കാൻ പാടില്ല, ഷുഗർ അല്ലേ? പിന്നെ എങ്ങനെ കഴിക്കും? പിന്നെ ഞാൻ എന്താ സാറേ കഴിക്കണ്ടേ? ഞാൻ തന്ന ഗുളിക താൻ കഴിച്ചായിരുന്നു? ഇല്ല. കഴിക്കാൻ പറയുന്നത് കഴിക്കല്ല, കഴിക്കാൻ പാടില്ല കഴിക്കുകയും ചെയ്യും. സിസ്റ്റർ, കല്യാണം നോക്കണ്ട, ഈയൊക്കെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. അയ്യോ വേണ്ടായേ. ഫുഡ് 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 കഴിക്കുന്ന സ്ഥലം എവിടെ എവിടെ എവിടെ? ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴോട്ട് പോണം. അതെ, അയാൾ എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് പോയത്? ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ എക്കോ ഡോക്ടറാണ്. ആണോ? ഇവിടല്ലേ? അതെ അതെ അതെ. അയ്യോ ഡോക്ടറെ, ഒന്ന് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ പോവാവോ? അവിടെ നിന്ന് ഇപ്പൊ കോള് വന്നു. എന്താ സിസ്റ്റർ പ്രശ്നം? നമ്മുടെ ഐസിയുല് കിടന്ന ബിജു ഇല്ലേ, ആ, അവര് നമ്മളില്ലാത്ത സമയത്ത് ആരോ ഓക്സിജൻ സിലിണ്ടർ മാറ്റി ഹൈഡ്രജൻ സിലിണ്ടർ വെച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് പറ്റി? അവരിപ്പ പറന്നടപ്പുണ്ട്. ആൾക്കാർ ഒരു കാര്യം ചെയ്യൂ, ഏതെങ്കിലും ബലൂൺകാരനെ വിളിച്ചിട്ട് നൂലിട്ട് കെട്ടി തീർത്തു. ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ വരാം, ഓക്കെ? അങ്ങനെ എല്ലാം മംഗളമായി. ഇപ്പോഴാ എനിക്ക് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്റെ പൊന്നുമക്കളെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? എന്താ അങ്കിൾ, എന്ത് പറ്റി? നിങ്ങളുടെ വൈബിനനുസരിച്ചൊന്ന് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? അങ്കിള്, ഞങ്ങളൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ അതങ്ങോട്ട് പൊളിക്ക്. மாப்பிள்ள ஜோரு ஒன்னா சேருது ஊரு மைக்கு செட்டுல பாட்டு சேருது மனசு மாலைய போட்டு மைய பூசண கண்ணு வெக்கம் பேசுது நின்னு பையன் பாக்குற பார்வை உள்ள இருக்கு ஏதோ ஒண்ணு. கல்யாணம் 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 ஆசை நூறு. கல்யாணம் 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 கூத்த பாரு. கல்யாணம் கல்யாணம் ஆசை நூறு. கல்யாணம் கல்யாணம் கூத்த பாரு. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి సోగులాడి స్వప్న సుందరి నీ మాట సూపు మా పటేల బంధ పందిరి రచ్చరాజ పందె రూపిణి నీ వంక చూస్తే గుంటలోన నీరి విరిడిరి. తూనీగా నడుములోన తూట పెట్టి తుపాకి పెంచినావి తింగని చిట్టి మగజాతి నట్ట మడత పెట్టి ఆ కుర్చీని మార్చబెట్టి
तेरी मैं ता जागा रातां नूं रोक न पावा अखियां विचों गम दियां बरसातां नूं तारे गिन गिन याद च तेरी मैं ता जागा रातां नूं रोक न पावा अखियां विचों गम दियां बरसातां नूं ओ हो हो इश्क तेरा तड़पावे न पावा तेरी मिठियां बातां नूं रोक न पावा अखियां विचों गम दियां बरसातां नूं ओ इश्क तेरा तड़पावे ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? മോനെ രഘു, അമ്മാവൻ ഒരുപാട് സന്തോഷമായടാ. നീ എന്റെ മരുമോള് സുരഭിക്ക് മാത്രമല്ല ഒരു ജീവിതം കൊടുത്തത്, ഇദ്ദേഹത്തിനും കൂടെയല്ലേ ഒരു ജീവിതം കൊടുത്തത്. നന്ദിയുണ്ട് ഡോക്ടറെ. ഇതിനൊരു നന്ദി പറച്ചിലിന്റെ ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ ഡോക്ടേഴ്സിന്റെ കടമയല്ലേ. അതെ, ഞങ്ങൾ നടത്തി കൊടുത്ത കല്യാണത്തിനൊന്നും ഇങ്ങനൊരു സെന്റിമെന്റ്സ് ക്ലൈമാക്സ് ഉണ്ടായിട്ടില്ല. ഹാപ്പി എൻഡിങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ വന്നൊരു ഫോട്ടോ എടുത്തേ. നിങ്ങളിങ്ങനെ ചുമ്മാ നിൽക്കല്ലേ, ഒരു യോ വെച്ചേ.